വെൽക്കം ടു റെസിപ്പി ടൈൽസ്. ഇന്ന് ഷെയർ ചെയ്യുന്ന റെസിപ്പി ഒരു ഇഫ്താർ സ്പെഷ്യലാണ്, ചിക്കൻ പുലാവ്. ആദ്യം ചിക്കൻ പുലാവ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഗരം മസാല പൊടിച്ചെടുക്കാം. ഗരം മസാല പൊടിച്ചെടുക്കുന്നതാണ് നല്ലത്, നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടത് 2 തക്കോലം, 4-5 നീളത്തിൽ കറുവപ്പട്ട, 4 വറ്റൽമുളക്, എരിവിനനുസരിച്ച് കൂട്ടാം, ബേ ലീവ്സ് 2 എണ്ണം, കുരുമുളക് 10, 8 ഗ്രാമ്പു, 8 ഏലക്ക. ഇതെല്ലാം മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കണം. പൊടിച്ച മസാല ഒരു സൈഡിൽ മാറ്റി വെച്ചതിന് ശേഷം ഒരു കുക്കറിൽ 2 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂണും കുക്കിംഗ് ഓയിലും, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ ജീരകം, അത് പൊട്ടിത്തുടങ്ങുമ്പോൾ 3 സവോള കനം കുറച്ച് നീളത്തിലരിഞ്ഞത്, 2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി വഴറ്റുക. വഴന്നു കഴിയുമ്പോൾ 4 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതിൻ്റെ പച്ച ചുവ മാറുന്നത് വരെ ഒരു 30 സെക്കൻഡ് വഴറ്റുക. അതിനുശേഷം 1 കിലോ ചിക്കൻ ചെറിയ പീസാക്കിയതാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് പൊടിച്ചു വെച്ച ഗരം മസാലയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഒരു 5 മിനിറ്റ് നെയ്യിൽ ലോ ഫ്ലെയിമിൽ നന്നായി വഴറ്റിയെടുക്കാം. അതിനുശേഷം 2 കപ്പ് വെള്ളം, കഴുകി വൃത്തിയാക്കിയ ബസുമതി റൈസ് 2 കപ്പ്, ഞാനിവിടെ അരി സോക്ക് ചെയ്തതല്ല, 1 കപ്പ് തൈര്, 2 ടീസ്പൂൺ ഉപ്പ്, മല്ലിയില ചോപ്പ് ചെയ്തത് 1/2 കപ്പ്, പുതിനയില ചോപ്പ് ചെയ്തത് 1/2 കപ്പ്, വലിയ ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് 1 റൈസ് എല്ലാം നന്നായി ലെവൽ ചെയ്തതിന് ശേഷം 2 വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. കുക്കറിൻ്റെ പ്രഷർ എല്ലാം പോയതിന് ശേഷം ഒരു കത്തി കൊണ്ട് ഇതുപോലെ ഇളക്കുകയാണെങ്കിൽ റൈസ് ഉടഞ്ഞു പോകാതിരിക്കും. ചിക്കൻ പുലാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഈ ചിക്കൻ പുലാവിനോടൊപ്പം സാലഡും പപ്പടവും അച്ചാറും ഒക്കെ ഒരു നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ചിക്കൻ പുലാവ് ട്രൈ ചെയ്യണം. റിസൾട്ട് കമൻറ്റിൽ അറിയിക്കണം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.